അനുമോൾ ഒരിക്കലും കപ്പടിക്കാൻ പാടില്ല. അവിടെ ഇപ്പോഴുള്ളവരിൽ ആര് കപ്പടിച്ചാലും അവരൊക്കെ അതിന് യോഗ്യരാണ്, അനുമോൾ ഒഴിച്ചു. ഇതാണ് പുറത്തുപോയ ഓരോ മത്സരാർത്ഥികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്തുപോയ മുഴുവൻ ആൾക്കാരും അനുമോൾക്കെതിരെ ഇപ്പോൾ സമ്മേളനം നടത്തുന്നുണ്ട്. അനുമോളെ തോൽപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഈ സീസൺ ഇത്രയും ദിവസം കടന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കണ്ടസ്റ്റന്റിനെതിരെയും ഇത്രയും വളരെ ഈ അവസാന ഘട്ടത്തിലേക്ക് അവസാന ലാപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത്രമാത്രം വ്യാപകമായ ഡീഗ്രേഡ് ഒരുപാട് ജനസമ്മതി ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് അങ്ങ് ടാർണിഷ് ചെയ്ത് തകർക്കുകയാണ്. അവസാനം എല്ലാം അനുമോളുടെ തലയിലായിട്ടുണ്ട്. അനുമോളുടെ തല പ്രശ്നങ്ങൾ വയ്ക്കാനുള്ള സ്ഥലമായിട്ടാണ് ചില ആൾക്കാർ കണ്ടിരിക്കുന്നത്. എല്ലാം ഇറങ്ങിയ കണ്ടസ്റ്റൻസ് എല്ലാം ഇത്രയും നാളും പറയാത്തവരെല്ലാം പി ആറിന്റെ പുറകെ നടക്കുക. ദേഷ്യം കൊണ്ട് മറ്റൊരാൾക്ക് പി ആർ കൊടുത്തതിന് ശേഷം ഇപ്പുറത്തുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ്. എല്ലാവർക്കും പി ആർ ഉണ്ടെന്നല്ലേ പറഞ്ഞതില്ല അല്ലേ? എല്ലാവർക്കും പിന്നെ ഒരാളുടെ കാര്യം മാത്രം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പി ആർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പല ആൾക്കാരും ന്യായങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്തുന്ന വാദങ്ങളാണ്. പി ആർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അത് പ്രേക്ഷകരാണ് വോട്ട് ചെയ്യുന്നത്. ബിഗ് ബോസ് ഷോ കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ തീരുമാനമാണ്. എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് അത് ജനങ്ങളാണ്. ഈ സീസൺ ആരായിരുന്നു മുൻപോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ അതിന് നിസ്സംശയം ഉത്തരം പറയുവാൻ കഴിയുന്ന ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, അനുമോൾ. ജനങ്ങൾ ഷോ കണ്ടു മനസ്സിലാക്കി ഒരാൾ നല്ലതെന്ന് തോന്നി അയാൾക്ക് അനുകൂലമായ രീതിയിൽ ജനങ്ങൾ നിന്നതാണെന്നും അപ്പോൾ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഒഴിവാക്കുക, യാഥാർത്ഥ്യബോധം തിരിച്ചറിയുക. അവരുടെ ഗെയിം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോഴും അവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളെ ഇഷ്ടപ്പെടുന്നൊരു തെറ്റാണ് ഇപ്പോൾ